പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഅ്ജിസത്തിനെ സംബന്ധിച്ചാണ് മെഹറാജിനെ പറയുന്നത്. മെഹറാജിൽ പ്രവാചകൻ ചെയ്തതൊക്കെ നമുക്ക് ചെയ്യാൻ കഴിയുമോ? അത് മുഅ്ജിസത്തല്ലേ? സാധാരണക്കാരായ നമ്മൾ പ്രവാചകനെ മാതൃകയാക്കുമ്പോൾ പ്രവാചകൻ അത്തരത്തിൽ മക്കാമുകളിൽ പോയി അത്തരത്തിലുള്ള ആണ്ട് നേർച്ചകൾ കഴിക്കുകയും മറ്റൊക്കെ ചെയ്തിട്ടുണ്ടോ? ഇന്ന് മുസ്ലിം സമൂഹം ചെയ്യുന്നത് പോലെയുള്ള പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ടോ എന്നാണ് ചോദ്യം. മെഹറാജിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പോയത് എങ്ങനെ നമുക്ക് തെളിവാവുക? മെഹറാജ് നമുക്ക് പറ്റുമോ? അത് അള്ളാഹുവിന്റെ ദൃഷ്ടാന്തം പ്രവാചകൻ നൽകിയത്, അത് നമുക്ക് മാതൃകയാക്കാൻ എങ്ങനെയാണ് സംഭവം? അതുകൊണ്ട് മക്കാമിൽ നടത്തുന്ന രീതിയിലുള്ള അതായത് സംഭവം അല്ല കഴിഞ്ഞു. നിങ്ങൾ പറ്റ കഴിഞ്ഞിക്കണേ, കഴിഞ്ഞിട്ടില്ല നിങ്ങൾ പറഞ്ഞോണ്ടല്ലോ. ഇത് പറ്റ മുജാഹിദെല്ലാം കഴിഞ്ഞിക്കണേ. ഇനി നിങ്ങൾ അതിനെങ്ങനെ താങ്ങിയിട്ട് എവിടെ നിൽക്കാനാ? ഇത് നിൽക്കൂല. ഇപ്പൊ പറഞ്ഞ എന്താ? അത് മുഅ്ജിസത്തല്ലേ? അപ്പൊ മുഅ്ജിസത്തിൽ ശിർക്ക് വരാതായി. മുഅ്ജിസത്തിൽ ഇപ്പൊ എന്താകാ? മുഅ്ജിസത്തിൽ ശിർക്ക് വരാ. റസൂലുള്ളാന്റെ സംഗതിയല്ലേ? റസൂലുള്ളല്ലേ മിഅ്റാജ് പോയത്? മിഅ്റാജ് പറഞ്ഞ മുഅ്ജിസത്തല്ലേ? മുഅ്ജിസത്തിൽ ശിർക്ക് വരാ. അപ്പൊ റസൂലുള്ള പോയത് എടുക്കാ തൗഹീദ്ക്കാ റസൂലുള്ള പോയത്. അത് പോയപ്പോ തോളില് ഒരു ശിർക്ക്. ശ്രദ്ധിക്കുക, ഒച്ചപ്പാടും ബഹളമില്ലാതെ ശ്രദ്ധിക്കൂ, കാര്യം മനസ്സിലാക്കുക. അതായത് മെഹറാജിന് പോയ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കാമുകൾ സന്ദർശിച്ചുവെന്നും ഇന്ന് ഇവിടെയുള്ള മുസ്ലിങ്ങൾ ചെയ്യുന്ന നടപടിക്രമങ്ങളൊക്കെ അവിടെ ചെയ്തിരുന്നുവെന്നാണോ പറയുന്നത്? മെഹറാജ് പ്രവാചകൻ അള്ളാഹു നൽകിയ മുഅ്ജിസത്താണ്. അതിൽ ശിർക്കോ ബിദ്അത്തോ എന്നുള്ളതല്ല നമ്മളോട് നോക്കുന്നത്. മുഅ്ജിസത്തിനകത്ത് എന്താണുള്ള നമ്മൾ ചെയ്യേണ്ട ആവശ്യം? കാരണം നമുക്ക് മുഅ്ജിസത്ത് ഉണ്ടാവില്ലല്ലോ. നമുക്ക് മാതൃകയാക്കാൻ കഴിയുക, നമുക്ക് അതുപോലെ പാതിരാത്രി പോകാൻ കഴിയുമോ? പ്രവാചകൻ പോയെന്ന് പറഞ്ഞിട്ട് കഴിയില്ല. അത് പ്രവാചകൻ അള്ളാഹു നൽകിയ ചില ദൃഷ്ടാന്തങ്ങളെ സംബന്ധിച്ച് അത് നമുക്ക് മാതൃകയാക്കാൻ കഴിയില്ല. ജിന്നിനോടും കാറ്റിനോടും ഒക്കെ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം സഹായം ചോദിച്ചു. ശിർക്കെന്താ? അതെന്തുകൊണ്ടാണ്? സുലൈമാൻ നബി മുഅ്ജിസത്തായിട്ട് കിട്ടിയതുകൊണ്ടാണ്. നമുക്ക് കഴിയുമോ? എവിടെ പോയത്? മസ്ജിദുൽ അഖ്സയിൽ പോയത് മുഅ്ജിസത്തല്ലേ? മസ്ജിദുൽ അഖ്സ നേരത്തെ ഞാൻ പറഞ്ഞ അമ്പിയാക്കന്മാരുടെ ജാറങ്ങൾ. ഈ അമ്പിയാക്കന്മാരുടെ മക്കാമുകളിൽ പോയത് മുഅ്ജിസത്തല്ലേ? അത് ഞമ്മക്ക് കഴിയോന്നാ? മുഅ്ജിസത്ത് കൊണ്ട് ഒരു നിമിഷം കൊണ്ട് കഴിയും. ഞമ്മക്ക് ചിലപ്പോ പ്ലെയിൻ ടിക്കറ്റ് ഒക്കെ എടുത്ത് പോകേണ്ടി വരും. അത്രേ ഉള്ളൂ. അങ്ങനെ ഞങ്ങൾ പോയത്. ഞാൻ മസ്ജിദുൽ അഖ്സയിൽ പോയിട്ടുണ്ട്. അപ്പൊ ഇയാള് ചോദിക്കാതെ മുഅ്ജിസത്തല്ലേ? മുഅ്ജിസത്ത് എന്ന് പറഞ്ഞാൽ എന്താ? അമാനുഷിക സംഭവം എന്ന് പറയുന്നത് നമുക്ക് സാധിക്കാത്തതാണ്. പക്ഷെ നമുക്ക് മുഅ്ജിസത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് മക്കയിൽ നിന്ന് ഈ പറയുന്ന മിഅ്റാജുമായി ബന്ധപ്പെട്ട് ഇസ്രാ മിഅ്റാജൊക്കെ ആയി ബന്ധപ്പെട്ട് നടന്ന അത്ഭുതം, ആ അത്ഭുതം മുഅ്ജിസത്തായിരുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല, തർക്കമില്ല. നിങ്ങൾക്കാണ് പിന്നെയുള്ളത് അത് സ്വപ്നാണോ എന്നുള്ളൊരു സംശയം. റസൂലുള്ളാഹി തങ്ങൾ മിഅ്റാജ് പോയത് സ്വപ്നാണെന്നുള്ളൊരു സംശയം പഴയകാല വഹാബികൾക്കൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ ഉണ്ടോന്ന് അറിയില്ല. കാരണം അതിങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണല്ലോ. സ്വപ്നാണെന്നാ. സ്വപ്നാണെങ്കിൽ പിന്നെ എന്തിനാ അത് ഖുർആൻ അങ്ങനെ അനൗൺസ് ചെയ്യണത്? സ്വപ്നത്തിൽ നമ്മളൊക്കെ എവിടേക്കൊക്കെ പോലുണ്ട്. സ്വപ്നത്തിൽ ഇങ്ങനെ പല സ്ഥലത്തും പോകും. പിന്നെ ഉണർന്നു നോക്കുമ്പോ പഴയ കിറപ്പായി തന്നെ ഉണ്ടാവും. അത് ഖുർആൻ വലിയൊരു കാര്യമായിട്ട് പറയേണ്ടത്. അപ്പൊ അത് മുഅ്ജിസത്ത് തന്നെയാണ്. പക്ഷെ ആ മുഅ്ജിസത്ത് ശിർക്കുണ്ട്. ആ മുഅ്ജിസത്തിൽ ശിർക്കുണ്ട് എന്നാണല്ലോ ഇപ്പൊ നിങ്ങൾ പറഞ്ഞതിന്റെ അർത്ഥം. ഞാൻ അതാണ് ചോദ്യം ചെയ്തത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് മിഅ്റാജിന് വേണ്ടി ഒരു യാത്രക്കൊരുങ്ങുമ്പോൾ അല്ലാഹു തആലക്ക് എന്താ റസൂലുള്ളാഹിനെ നേരെ മക്കത്തുനിന്ന് അങ്ങോട്ട് പൊന്തിച്ചൂടെ? ബുറാഖൊക്കെ ഏർപ്പെടുത്തിയിട്ടാണ് പൊന്തിച്ചൂടെ മിഅ്റാജിന്? എന്തിനാണ് ഇവിടെ പോയത്? ഈ മഹാന്മാരുള്ള ഈ മുബാറക്കായ സ്ഥലം എന്ന് ഖുർആൻ വിശേഷിപ്പിച്ച ഈ സ്ഥലത്ത് എന്തിനു പോയി? എന്തിനു കൊണ്ടുപോയി? എന്തിനു പോയി എന്നല്ല പറയേണ്ടത്, എന്തിനു കൊണ്ടുപോയി. കാരണം അള്ളാഹ് കൊണ്ടുപോകുന്നത് മുഅ്ജിസത്താണ്. അല്ലാഹു തആല കൊണ്ടുപോകുക. അപ്പൊ അത് കൊണ്ടുപോയത് എന്തിനാ? ഒരു പ്രധാനപ്പെട്ട സംരംഭം ആരംഭിക്കുകയാണ്. ആ പ്രധാനപ്പെട്ട സംരംഭം ആരംഭിക്കുന്നത് ഒരു പുണ്യകേന്ദ്രത്തിൽ നിന്നായിരിക്കണം. ആ പുണ്യകേന്ദ്രം മഹാന്മാരും മഹാത്മാക്കളും അമ്പിയാക്കളും ബന്ധപ്പെട്ട ഒരു കേന്ദ്രത്തെ അല്ലാഹു തആല അതിനെ തിരഞ്ഞെടുക്കുകയും ആ കേന്ദ്രത്തിൽ വെച്ച് ആ യാത്ര ആരംഭിക്കുകയും ചെയ്തു. ഒന്ന്. ഇനി രണ്ടാമത് വേറൊരു കാര്യം എന്താ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് എന്താ ചോദിച്ചു? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ചെയ്തതുപോലെ ഞമ്മക്ക് ചെയ്യാൻ പറ്റുമോ? അതെ, ഞമ്മക്ക് ചെയ്യാൻ പറ്റുന്നില്ല. ഞാൻ നേരത്തെ മറുപടി പറഞ്ഞത് റസൂലുള്ളാഹി മുഅ്ജിസത്തോണ്ട് പോയി. ഞമ്മക്ക് പ്ലെയിൻ ടിക്കറ്റ് എടുത്ത് പോകേണ്ടി വരും. അത്രേ ഉള്ളൂ. പ്ലെയിൻ ടിക്കറ്റ് എടുത്ത് പോകണം. ആർക്കും എവിടെ പോകാം? മസ്ജിദുൽ അഖ്സയിൽ പോകാം. ആർക്കും മസ്ജിദുൽ അഖ്സയിൽ പോകാം, സിയാറത്ത് ചെയ്യാൻ, കാര്യങ്ങൾ ചെയ്യാം. പിന്നെ മറ്റൊരു കാര്യം, എന്ത്? നമ്മളെ ഈ മക്കാമുകളിലൊക്കെ നടക്കുന്നത് പോലുള്ള ആചാരങ്ങളും കാര്യങ്ങളൊക്കെ ആ മക്കാമുകളിലും മറ്റുമൊക്കെ നടക്കുന്നുണ്ടോ? അതിന് തെളിവുണ്ടോ?
അതിന് ഞാൻ നേരത്തെ മറുപടി പറഞ്ഞിട്ട് നിങ്ങൾ ശ്രദ്ധിക്കാത്തതുകൊണ്ടാണ്. ഓരോ മക്കാമിലും ഓരോ സ്ഥലത്തും ഖുർആനും സുന്നത്തും അംഗീകരിച്ച പ്രമാണങ്ങൾ അംഗീകരിച്ച ആചാരങ്ങൾ പലതും പല രൂപത്തിൽ നടക്കും. ഇപ്പൊ ഉദാഹരണത്തിന് ഞാൻ പറഞ്ഞല്ലോ, മൂസാ നബി അലൈഹിസ്സലാമിന്റെ മക്കാമിൽ ചെന്നാൽ അവിടെ പരിസരത്ത് തന്നെ നേർച്ചപ്പെട്ടി കാണാം. ആളുകൾക്ക് പൈസ ഇടാനുള്ള പെട്ടി, നേർച്ച ഇടാനുള്ള പെട്ടി. ആ ആചാരം നമ്മളെ മമ്പുറ മക്കാമിലുള്ളതാണ്. മമ്പുറ മക്കാമിലുള്ള ആചാരമാണ് മൂസാ നബിന്റെ മക്കാമിലുണ്ട്, മമ്പുറ മക്കാമിലുണ്ട്. ഇനി വേറൊരു ആചാരം അവിടെ കാണാം. അതെന്താ? സിയാറത്തിന് വരുന്ന ആളുകൾ മൂസാ നബി അലൈഹിസ്സലാമിനെ ബഹുമാനിച്ചുകൊണ്ട് ആദരിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ ഖബറിന്റെ മുകളിൽ ഈ ജാറം മൂടുക എന്ന് പറയും. തുണി വിരിക്കുന്ന, പട്ട് വിരിക്കുന്ന, പച്ചയോ അല്ലെങ്കിൽ ചുവപ്പോ അങ്ങനെയുള്ള തുണികൾ വിരിക്കുന്ന ആചാരം. ആ ആചാരം എവിടെ ഉണ്ട്? മൂസാ നബി അലൈഹി സ്വലാമിന്റെ മക്ബറയിലുണ്ട്, മക്കാമിലുണ്ട്. അത് എവിടെയുണ്ട്? നമ്മളെ മമ്പുറ മക്കാമിലുണ്ട്. അപ്പൊ ചില ആചാരങ്ങൾ ചില സ്ഥലത്തുണ്ടാവും, ചില സ്ഥലത്തുണ്ടാവില്ല. അത് നമ്മൾ നോക്കേണ്ടത് എന്താ? ഈ ആചാരം ഇവിടെ ഉണ്ടോ, അവിടെ ഉണ്ടോ, ഇവിടെ ഉള്ള എന്താ അവിടെ ഇല്ലാത്ത, അവിടെ ഉള്ള എന്താ ഇവിടെ ഇല്ലാത്ത, അതല്ല നമ്മൾ നോക്കേണ്ടത്. ഏത് ആചാരം എവിടെ നടന്നാലും അത് ഖുർആനിന് വിരുദ്ധമാണോ, സുന്നത്തിന് വിരുദ്ധമാണോ, പ്രമാണങ്ങൾക്ക് വിരുദ്ധമാണോ? ഇതാ നോക്കേണ്ടത്. ഒന്ന്. രണ്ടാമത്തത്, നിങ്ങളിപ്പോ പറഞ്ഞല്ലോ ഇങ്ങനെ ഇവിടെ കാണുന്നമാരി അവിടെ കാണുന്നമാരി ഇങ്ങനെ, ഇതൊക്കെ ഒരു ദുസ്സൂചന ഉണ്ട്. എന്താ ദുസ്സൂചന? ഒരു പക്ഷേ ഇത് ശിർക്കാണ്, അല്ലെങ്കിൽ ഇത് ബിദ്അത്താണ്. അതാണല്ലോ ആ ദുസ്സൂചന. ഈ മക്കാമുകളിൽ നടക്കുന്ന പ്രവർത്തനങ്ങൾ ഒരു പക്ഷേ ബിദ്അത്താണ്, അല്ലെങ്കിൽ ശിർക്കാണ്. ഇതാണല്ലോ ദുസ്സൂചന. ഞാൻ ചോദിക്കട്ടെ, ഈ കാര്യങ്ങൾ മൂസാ നബിയുടെ മക്കാമിലാണെങ്കിലും ഇബ്രാഹിം നബിയുടെ മക്കാമിലാണെങ്കിലും റസൂലുള്ളാഹിന്റെ മക്കാമിലാണെങ്കിലും അതാ നേർച്ചപ്പെട്ടി ഒന്ന് കണ്ടോളി. കൊളത്തൂർ അലവി സക്കാഫി മൂസാ നബിയുടെ ഖബർ സിയാറത്ത് ചെയ്യാൻ പോയപ്പോഴത്തെ ഫോട്ടോ ആണ്. എന്താ പെട്ടിന്റെ വലിപ്പം! മമ്പറ മക്കാമൊക്കെ അവിടെ നിൽക്കും. ഇവിടെ നിങ്ങൾ ആലോചിക്കേണ്ട എന്താ? ഈ പെട്ടിയൊക്കെ സ്ഥാപിച്ചിട്ട്, ഞാൻ നേരത്തെ പറഞ്ഞിട്ടില്ല, ഞാൻ പറയാം, ഈ പെട്ടിയും അതുപോലെ ഈ പടവും ഇതെല്ലാം ലോകം കണ്ടിട്ട്, ലോകത്തുള്ള സർവ്വ ആലിമീങ്ങളും ഖുർആനും സുന്നത്തും പഠിച്ച സർവ്വ ആലിമീങ്ങളും ഇത് കണ്ടിട്ട് ഇത് ഖുർആനിന് വിരുദ്ധമാണ്, ശിർക്കാണ്, ബിദ്അത്താണ് എന്നാരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇതിനാണ് നമ്മൾ മറുപടി കണ്ടെത്തേണ്ടത്. അള്ളാഹുവിന്റെ റസൂലിന്റെ മക്കാമ്, മനോഹരമായ പച്ചക്കുബ്ബ, റസൂലുള്ളാഹി തങ്ങളുടെ മുസ്ലിം ലോകത്തെ ഒന്നാകെ മദീനയിലേക്ക് ആകർഷിക്കുന്ന മനോഹരമായ ആ പച്ചക്കുബ്ബ നൂറ്റാണ്ടുകളായി മദീനയിൽ തല ഉയർത്തി നിൽക്കുന്നു. ആ തല ഉയർത്തി നിൽക്കുന്ന മക്കാമിനെ നോക്കി ഇത് ബിദ്അത്തിന്റെ കോട്ടയാണ്, ഇത് ശിർക്കിന്റെ കൂടാരമാണ് എന്ന് ഏതെങ്കിലും അവിടെ സിയാറത്തിന് ചെന്ന മസ്ജിദുൻ നബവി സന്ദർശിച്ച ഏതെങ്കിലും വർത്തമാനകാലത്തുള്ളവരോ അല്ലെങ്കിൽ ഗതകാലത്തുള്ളവരോ കഴിഞ്ഞ കാലഘട്ടങ്ങളിലുള്ളവരോ ഏതെങ്കിലും പണ്ഡിതന്മാർ ഈ ചെയ്തത് ശരിയല്ല എന്ന് പറഞ്ഞ ചരിത്രമുണ്ടോ? ഇതിൽ ശിർക്ക് കണ്ടിട്ടുണ്ടോ? ബിദ്അത്ത് കണ്ടിട്ടുണ്ടോ? നിങ്ങളുടെ പഴയകാല സക്കരിയ സലാഹി ഈ പറയുന്ന മക്കാമ് തട്ടിപ്പൊളിക്കണം എന്ന് പറഞ്ഞത് ഒഴിച്ചാൽ ലോകത്ത് ചരിത്രത്തിൽ പരിഗണനീയമായ ഏതെങ്കിലും ഒരു വ്യക്തി അള്ളാഹുവിന്റെ റസൂലിന്റെ മക്കാമ് പൊളിക്കണമെന്നോ അത് പാടില്ലെന്നോ മൂസാ നബി അലൈഹിസ്സലാമിന്റെ ഖബർ പൊളിക്കണമെന്നോ അത് ബിദ്അത്താണെന്നോ അത് ശിർക്കാണെന്നോ പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെ എന്ത് വേണം? ഒരു പക്ഷെ അവരൊന്നും ഖുർആനും സുന്നത്തും തിരിഞ്ഞോലല്ല എന്ന് പറയണം. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെയും അതുപോലെ തന്നെ മറ്റു പ്രവാചകന്മാരുടെയൊക്കെ മക്കാമ സന്ദർശിച്ച് അവിടെ പോയി നേർച്ച നടത്തുകയല്ല ചെയ്തത്. മെഹ്റാജിന് അങ്ങനെ ചെയ്യുന്ന വല്ല വാദമുണ്ടോ? മറിച്ച് മെഹ്റാജ് സമയത്ത് അവരെയൊക്കെ നേരിട്ട് കാണുകയാണ്. ഉസ്താദ് ചെന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ ഫ്ലൈറ്റ് ചിലപ്പോൾ അവിടെ ഇറങ്ങിയിരിക്കാം. അവരെ നേരിട്ട് കാണാൻ ഉസ്താദിന് കഴിയുമോ? ഇല്ല. കാരണം അത് മുഅ്ജിസത്താ. ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മെഹ്റാജിന് പോയിട്ട് പഠിച്ച നമസ്കാരം ഇവിടുന്ന് സ്വഹാബികൾക്ക് പഠിപ്പിച്ചു കൊടുത്തു. അതുപോലെ തന്നെ ഞാനിത് അവിടെയൊക്കെ മക്കാമ പോയിട്ടുണ്ട്, നമുക്കെല്ലാം കൂടി നേർച്ച ചെയ്ത് ഇവിടെയൊക്കെ മക്കാമുകളിൽ പോകാൻ അങ്ങനെ പഠിപ്പിച്ചോ? ഇല്ല. അതാ ഞാൻ ചോദിക്കുന്നത്. മെഹ്റാജ് എന്ന് പറയുന്ന അമാനുഷിക ദൃഷ്ടാന്തം പ്രവാചകൻ അള്ളാഹു കൊടുത്തതാണ്. അതിലൂടെ പോയപ്പോൾ നേരിട്ട് അവരെ കാണാൻ സാധിച്ചു, നമുക്കന്ന് കാണാൻ സാധിക്കില്ല. അതുകൊണ്ട് മനസ്സിലായി വ്യക്തമായിട്ട് അതിന് മറുപടി പറയുക. വളരെ വലിയ വിഡ്ഢിത്താണ് നിങ്ങൾ ചോദിച്ചത് എന്ന് നിങ്ങളോട് വീണ്ടും പറയേണ്ടി വന്നതിൽ ഖേദമുണ്ട്. കാരണം എന്താന്ന് ചോദിച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ പറയണം, ദാ ഞാൻ മൂസാ നബിയുടെ മഖബറ സിയാറത്ത് ചെയ്തിട്ടുണ്ട് മക്കളെ, അതുകൊണ്ട് നിങ്ങളും സിയാറത്ത് ചെയ്യുവീൻ എന്ന് പറഞ്ഞെങ്കിലേ നമുക്ക് സിയാറത്ത് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ ഇതിലും വലിയ വിഡ്ഢിത്തം എന്താണ് സഹോദരന്മാരെ? അങ്ങനെ വേണോ? അള്ളാഹുവിന്റെ റസൂലിന്റെ വാക്ക്, പ്രവൃത്തി, മൗനാനുവാദം ഇതൊക്കെ സുന്നത്താണ് സഹോദര. ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മിഅ്റാജ് ഇസ്രാ നടത്തുമ്പോ, മിഅ്റാജ് അല്ല, ഇസ്രാ നടത്തുമ്പോ മക്കയിൽ നിന്ന് ബൈത്തുൽ മുഖദ്ദസിലേക്ക് പോകുമ്പോ ആരംഭ റസൂലുള്ളാഹി മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഖബർ സിയാറത്ത് ചെയ്യുന്നു. സ്വഹീഹ് മുസ്ലിം ആ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. ഇമാം തൊബറാനി ഉദ്ധരിക്കുന്നു. ഇമാം അഹ്മദ് രേഖപ്പെടുത്തി വെക്കുന്നു. എന്താ പറയുന്നത്? റഅയ്തു മൂസാ യുസല്ലി ഫീ ഖബരിഹി. ഗഡ് ശ്രദ്ധിക്കണം അത് പറയുമ്പോൾ. റഅയ്തു മൂസാ യുസല്ലി ഫീ ഖബരിഹി. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഖബറിൽ സിയാറത്തിന് എത്തിയപ്പോ മൂസാ നബി ഖബറിന്റെ ഉള്ളിൽ നിസ്കരിക്കുകയാണ്. ഖാല റസൂലുള്ളാഹി. അപ്പൊ റസൂല് ഖബർ സിയാറത്ത് ചെയ്തിട്ടുണ്ട് എന്ന് റസൂല് പറഞ്ഞിട്ടുണ്ട്. ഇനി ഞാനിതാ ഇങ്ങനെ കണ്ടിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങളും ചെയ്തുവീരേ എന്ന് പറഞ്ഞോളന്നില്ല. സുന്നത്ത് എന്താണ് എന്ന് അറിയാത്തത് കൊണ്ടാണ് ഈ സാധു അത് ചോദിക്കുന്നത്. ഞങ്ങളെ കുറ്റപ്പെടുത്തില്ല, മതത്തെക്കുറിച്ച് അതിന്റെ പ്രാമാണികമായ വിവരമില്ലാത്തത് കൊണ്ടാണ്. ഞാൻ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഒരു കാര്യം പറയാം. എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിൽ നമ്മുടെ നാട്ടിലൊക്കെ മുജാഹിദ് ഗ്രൂപ്പിൽ, മടവൂർ ഗ്രൂപ്പിൽ പ്രത്യേകിച്ചുമുള്ളതുപോലെ പള്ളിക്ക് രണ്ടാമത്തെ തട്ട് റസൂൽ നിർവഹിച്ചത്, ഉണ്ടാക്കിയത് ചരിത്രത്തിൽ കാണിക്കാൻ കഴിയില്ല, ഖുർആനിൽ കാണിക്കാൻ കഴിയില്ല, ബുഖാരിയിലും കാണിക്കാൻ കഴിയും. മടവൂർ വിഭാഗത്തിന്റെ പള്ളിക്ക് 2ഉം 3ഉം തട്ടുള്ള സ്ഥലങ്ങളിൽ നമുക്ക് കാണാം. ഞാൻ ചോദിക്കട്ടെ, ആരംഭ റസൂൽ പറഞ്ഞിട്ടുണ്ടോ ഇതാ പള്ളിക്ക് രണ്ടാമത്തെയും മൂന്നാമത്തെയും തട്ടിതാ നിങ്ങൾ ഉണ്ടാക്കുവീൻ എന്ന് റസൂൽ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. റസൂലിന്റെ കാലത്ത് ഉണ്ടാക്കിയിട്ടുണ്ടോ? ഉണ്ടാക്കിയിട്ടില്ല. അപ്പൊ റസൂലിന്റെ കാലത്ത് അങ്ങനെ പള്ളിക്ക് രണ്ടാമത്തെയോ മൂന്നാമത്തെയോ തട്ടുണ്ടാക്കുക എന്ന സമ്പ്രദായം ഉണ്ടായിട്ടില്ല. തട്ട് എന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ലേ? അത് ഉണ്ടാക്കിയിട്ടില്ല. അതുകൊണ്ട് തന്നെ അത് അനാചാരമാണ്, അത് ഖുർആൻ വിരുദ്ധാണ്, അത് തൗഹീദിന് വിരുദ്ധാണ് എന്ന് പൊട്ടപ്പോയത്തക്കാരല്ലാതെ ആരെങ്കിലും പറയോ? പറയില്ല. കാരണം ഇസ്ലാമിക പ്രമാണങ്ങൾക്ക് അപ്പുറത്തുള്ളതല്ല, അതിൽ അധിഷ്ഠിതമാണത്. തെളിയാൻ വേണ്ടി ഒന്നുകൂടിയും പറയാം. മുജാഹിദ് പ്രസ്ഥാനം പ്രത്യേകിച്ച് മടവൂർ വിഭാഗം ശബാബ് ഇറക്കുന്നു, മൗലവി ഗ്രൂപ്പ് വിചിന്തരം ഇറക്കുന്നു. അല്ലാഹുവിന്റെ റസൂലിന്റെ കാലത്ത് ഏതെങ്കിലും ഒരു ശബാബ് റസൂൽ പുറത്തിറക്കിയിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു വിചിന്തര റസൂൽ ഇറക്കിയിട്ടുണ്ടോ? അൽമനാർ റസൂൽ ഇറക്കിയിട്ടുണ്ടോ? അപ്പൊ അതൊന്നും ഇറക്കിയിട്ടില്ല. അപ്പൊ പറയാണ് അല്ലാഹുവിന്റെ റസൂൽ ഇറക്കിയിട്ടില്ല, ഇറക്കി കാണിച്ചിട്ടില്ല, ഇറക്കാൻ വേണ്ടി പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് അതൊക്കെ ബിദ്അത്താകുന്നു, അനാചാരാകുന്നു. പോയത്തം എന്നല്ലാതെ എന്ത് പറയാൻ? സഹോദര, ഇസ്ലാമിൽ അതല്ല. ഒരു കാര്യം ചെയ്യുന്നത് ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിലക്കിയിട്ടില്ലാത്ത കാര്യമാണെങ്കിൽ അവിടെ നോക്കേണ്ടത് നമ്മളത് ചെയ്യുമ്പോൾ പ്രമാണബദ്ധമാണോ അല്ലയോ എന്നാണ്. 100 ഉദാഹരണം എനിക്ക് പറയാൻ കഴിയും. ഒരു ഉദാഹരണം പറയാം. നമ്മൾ ഈ മുഖാമുഖം പരിപാടി ശരീഅത്ത് ശറഇൽ ഇസ്ലാമിൽ പുണ്യകർമ്മമാണെന്ന് നമ്മൾ പഠിപ്പിക്കുന്നു. കാരണം എന്താ? ദീന് പറഞ്ഞു കൊടുക്കുന്ന പരിപാടിയാണ്, അല്ലേ? കൂലിയുള്ള കാര്യമാണ്. ഞാൻ ചോദിച്ചോട്ടെ, അള്ളാഹുവിന്റെ റസൂൽ ഇങ്ങനെ മുഖാമുഖം നടത്തി തെളിയിക്കാമോ? ഇങ്ങനെ നോട്ടീസ് ഒട്ടിച്ച് ഇത്രാം തീയതി സുലൈമാൻ സഖാഫി, അലവി സഖാഫി, അല്ലെങ്കിൽ ഹൈദർ ഉസ്താദ് ഇവരൊക്കെ പങ്കെടുക്കുന്ന ഗംഭീരമായ മുഖാമുഖ പരിപാടി എന്ന് പറഞ്ഞ് പോസ്റ്റർ ഒട്ടിക്കുന്നു, ഇങ്ങനെ ഓഡിറ്റോറിയം ബുക്ക് ചെയ്യുന്നു, അങ്ങനെ 7 മണിക്ക് ആരംഭിക്കുന്നു, പിന്നെ ദുആ ചെയ്യുന്നു, സ്വാഗതം നടത്തുന്നു, അധ്യക്ഷൻ ഉദ്ഘാടനം LCD വെച്ചുകൊണ്ട് ക്ലിപ്പിംഗ് നടത്തുന്നു, അങ്ങനെ മുജാഹിദുകൾ വന്ന് ചോദിക്കുന്നു, സുന്നികൾ ഉത്തരം ചെയ്യുന്നു, മുജാഹിദുകൾ പരാജയപ്പെടുന്നു. ഇതൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്തുണ്ടോ? എന്തെങ്കിലും ഈ പറയുന്നത് ഇത് റസൂൽ കാണിച്ചതിനുണ്ടോ? അപ്പൊ പറയാം ഒരാൾ ഇത് അനാചാരാണ്, ചെയ്യാൻ പാടില്ല. മണ്ടത്തരം എന്നല്ലാതെ നേരത്തെ സക്കരിയ പറഞ്ഞ മാതിരി പൊട്ടത്തരാണിത്, മണ്ടത്തരാണ്. ഇതൊക്കെ ശൂന്യതയാണ്. ഇതൊന്നും ഈ ചിന്തിക്കുന്ന സമൂഹത്തിന്റെ മുമ്പിൽ പറയരുത്. അതുകൊണ്ട് തന്നെ മുജാഹിദ് പറഞ്ഞു, മുജാഹിദിന്റെ സംസ്ഥാന സെക്രട്ടറി പ്രസംഗിച്ച ക്ലിപ്പ് ഭാഗം നോട്ട് എന്റെ കയ്യിൽ മാധ്യമം പത്രത്തിൽ വന്നതാ. ഇവരുടെ നേതാവ് പറഞ്ഞത് എന്താണെന്ന് അറിയോ? ISMന്റെ സംസ്ഥാന സെക്രട്ടറി പറയാണ്, ഇപ്പൊ പഴയ മാതിരിയൊന്നും വിവരമുള്ളവരും വിദ്യാഭ്യാസമുള്ളവരൊന്നും മുജാഹിദിലേക്ക് കടന്നു വരുന്നില്ല. വളരെ ശരിയല്ലേ? ഈ ജാതി മണ്ടത്തരം പറഞ്ഞാൽ അന്തള്ളോരതിന് കിട്ടുമോ? ഒക്കെ കൂടൊഴിഞ്ഞു പോവുകയാണ്. മുജാഹിദിന്റെ താടി വെട്ടിക്കൊണ്ടിരിക്കുക ആളുകള്. എന്തേ മുജാഹിദ? ഞാൻ മുജാഹിദല്ല, ഞാൻ മുജാഹിദല്ല. അത് പറയാൻ മടിയാ ഓരോരുത്തർക്ക്. അവിടെ എത്തിയ കാര്യങ്ങള് പൊട്ടത്തരത്തിന്റെയും മണ്ടത്തരത്തിന്റെയും വിഡ്ഢിത്തരത്തിന്റെയും ആകപ്പാടെ കൂട്ടിക്കുഴക്കലാണ് ഇപ്പൊ മുജാഹിദ് പ്രസ്ഥാനം എന്ന് പറഞ്ഞ. അപ്പൊ അതുകൊണ്ട് ആ ജാതി പൊട്ടത്തരം നിങ്ങൾ ചോദിക്കണം. ഈ ഒരു കാര്യം ചെയ്യുമ്പോ മഖ്ബറയിൽ പോയി സിയാറത്ത് ചെയ്യുമ്പോ അവിടെ വെളിച്ചം കത്തിക്കുമ്പോ
പ്രവർത്തിക്കുമ്പോ മറ്റു കാര്യം ചെയ്യുമ്പോ ഇസ്ലാമിൽ അതിന് തെളിവുണ്ടോ ഇല്ലേ? ഇതാണ് മുസ്ലിമീങ്ങൾ ചോദിക്കുന്ന ചോദ്യം, ചിന്തിക്കുന്ന കാര്യം. ഇത് റസൂല് ഇതാ ഇന്ന മക്കാനെ ഞാൻ പോയി സിയാറത്ത് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങളും പോയി ചെയ്യുവീരേ എന്ന് പറഞ്ഞെങ്കിലേ ചെയ്യാൻ പറ്റൂ എന്ന് ഒരു പോയത്തക്കാരനും പറയില്ല, നിങ്ങളല്ലാതെ. അത് നിങ്ങൾ മനസ്സിലാക്കണം. ഒരു കാര്യം ചെയ്യുമ്പോ ഇസ്ലാമിക ശരീഅത്തിൽ അതിന് തെളിവുണ്ടോ, ഖുർആനുണ്ടോ, ഹദീസുണ്ടോ, പ്രമാണമുണ്ടോ, ചെയ്യാൻ പറ്റുമോ? ഇതാ ഇസ്ലാം തീരുമാനിക്കുന്നത്. അതാ പൂർവികരൊക്കെ പഠിപ്പിച്ചത്. അതല്ലാതെ ഞാൻ ഈ ചെയ്യുന്ന മാതിരി തന്നെ ചെയ്തു കൊള്ളുവീരേ എന്ന് പറഞ്ഞുകൊണ്ടൊരു കാര്യം ഉണ്ടായെങ്കിലേ അത് ചെയ്യാവൂന്ന് ഒരാളും പറഞ്ഞിട്ടില്ല. ഖുർആനിൽ അങ്ങനെ ഉണ്ടാവണം എന്നാലേ ചെയ്യാൻ പറ്റൂ, ഒരാൾ പറഞ്ഞിട്ടില്ല. അങ്ങനെ പറയുകയാണെങ്കിൽ കുടുങ്ങേണ്ടി വരും. ഒരാൾ പറയാ പരിശുദ്ധ ഖുർആനിൽ 5 വക്ത് നിസ്കാരത്തിന്റെ പേര് പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് ഇനി മുതൽ ഞാൻ ളുഹൂർ, അസ്ർ, മഗ്രിബ്, ഇശാ നിസ്കരിക്കൂല. എന്തേ? 5 വക്ത് നിസ്കാരത്തിന്റെ പേര് ഖുർആൻ പറഞ്ഞിട്ടില്ല, എന്തെങ്കിലും കാണിച്ചു തരട്ടെ, അത് കാണിക്കാത്തോടത്തോളം നാളെ ഞാൻ നിസ്കരിക്കൂല. അജ്ജ് നിസ്കരിക്കേണ്ട, നരകത്ത് കാണു പോയിക്കോ എന്ന് പറയല്ലാതെ വേറെ മാർഗമൊന്നുമില്ല. ഖുർആനിൽ 5 വക്ത് നിസ്കാരത്തിന്റെ ളുഹൂർ, അസ്ർ എന്നുള്ള പേര് പറഞ്ഞിട്ടില്ല, ശരിയാണ്, പക്ഷെ നിസ്കരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് എങ്ങനെയൊക്കെയാണ് അത് പിന്നീട് വിശദീകരണം പിന്നെയാണ്. ഇത് ഇസ്ലാമിന്റെ പൊതു സ്വഭാവമാണ്. അത് 1ഉം 2ഉം കാര്യങ്ങളെന്നല്ല, ഒരുപാട് കാര്യങ്ങൾ 100 നമ്മൾ സാധാരണ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മുജാഹിദുകൾ സമ്മേളനം നടത്തുന്നു, വാർഷിക സമ്മേളനം. ആരംഭ റസൂൽ വാർഷിക സമ്മേളനം നടത്തിയിട്ടുണ്ടോ? 5ാം സമ്മേളനം, 8ാം സമ്മേളനം, 10ാം സമ്മേളനം. ഇപ്പൊ എത്ര നടക്കുന്നത്? 8 തൗഹീദായിട്ട് 8ാം സമ്മേളനം നടത്തുക. റസൂൽ 8ാം സമ്മേളനം നടത്തിയിട്ടുണ്ടോ? എന്താ ഈ പറയുന്നത്? പൊട്ടത്തരം പറയാന്നല്ലാതെ. റസൂൽ മുജാഹിദുകൾ സാൽവേഷൻ നടത്തുന്നു. റസൂൽ ഏത് കൊല്ലത്തിൽ ഏത് ഡേറ്റ് എന്നാ സാൽവേഷൻ നടത്തിയതെന്ന് പറഞ്ഞു തന്നെയാണ്. ആരോടതൊക്കെ പറയുന്നത്? നിങ്ങൾ ഈ മണ്ടത്തരം ചോദിക്കരുത്, വേറെ വല്ല ചോദ്യം കൊണ്ട് ചോദിക്കും, സമയം കളയില്ല. ഈ മനുഷ്യന്മാരൊക്കെ ഉത്ബുദ്ധരല്ലേ, അവരെ വട്ടം കറക്കണ്ട. കാര്യം മാത്രം പ്രസക്തമായതുണ്ടെങ്കിൽ ചോദിക്കാം, നിങ്ങൾക്ക് വിശദീകരിക്കാം, എത്ര വേണമെങ്കിലും ഞങ്ങൾ പറയാം. പൊട്ടത്തരം ചോദിക്കരുത് ദയവായിട്ട്. ഇസ്ലാമിന്റെ പ്രമാണങ്ങൾ അറിയാത്തത് കൊണ്ടാണ് നിങ്ങൾ ആ ചോദിക്കുന്നത്. അധുനാതനമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സംഭവ വികാസങ്ങൾ നമ്മൾ നെറ്റിലൂടെ ഇസ്ലാമിക പ്രബോധനം ചെയ്യുന്നു, ഇന്റർനെറ്റിലൂടെ അല്ലേ, LCD പ്രൊജക്ടറിലൂടെ ചെയ്യുന്നു, കാസറ്റിലൂടെ, CD-യിലൂടെ റസൂൽ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ തെറ്റാ, ശരി, അനാചാര, ഇതൊക്കെ മണ്ടത്തരാണ്. ദയവായിട്ട് ഇങ്ങനെ കാര്യങ്ങൾ ചോദിക്കരുത്. പ്രസക്തമായ ചോദ്യങ്ങൾ നിങ്ങൾ തൗഹീദുമായി ബന്ധപ്പെട്ട് ഞങ്ങളെ ഇരുത്താൻ പറ്റുന്ന ചോദ്യം ചോദിക്കാൻ, അതല്ലേ വേണ്ടത്. ഇതല്ലാതെ ഈ പൊട്ടത്തരം ചോദിച്ച് സമയം കളയരുത് എന്ന് വിനീതമായി ഇടയ്ക്ക് ഇടപെടുകയാണ്. ഇൻഷാ അല്ലാഹ് ചോദ്യങ്ങൾക്ക് മറുപടി സുലൈമാൻ സഖാഫി തന്നെ ഇവിടെ നടത്തുന്നതുമാണ്. അടുത്ത ചോദ്യം ചോദിച്ചോളൂ. ഉസ്താദ്, ഇവിടെ ദീനിയായ വിഷയങ്ങൾക്ക് ഭൗതികമായ സൗകര്യങ്ങൾ ഒരുക്കിക്കൂടാൻ ഞങ്ങൾ പറഞ്ഞിട്ടില്ല. അത് പ്രവാചകൻ പറഞ്ഞിട്ടുണ്ടോ എന്നുള്ളതല്ല. കാതലായ വിഷയങ്ങൾ, ഇത്ര റക്അത്ത് നമ്മൾ നമസ്കരിക്കണം, ഇന്നതുപോലെ നിങ്ങൾ ദുആ ചെയ്യണം, അള്ളാഹുവോട് മാത്രം ദുആ ചെയ്യാവൂ, തുടങ്ങിയ കാര്യങ്ങൾ ഒരുപാട് പ്രവാചകൻ പറഞ്ഞിട്ടുണ്ടല്ലോ. അല്ല, ദീനിയായ വിഷയങ്ങൾക്ക് മയക്ക് ഉപയോഗിക്കുന്നത്, സെറ്റ് ഉപയോഗിക്കുന്നത്, ഇതൊക്കെ ഉപയോഗിക്കണമെന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ഭൗതിക സൗകര്യങ്ങൾ ഉപയോഗിക്കാം. അങ്ങനെ റസൂൽ പറഞ്ഞ ഒരു ഹദീസ് പറഞ്ഞാണ്, അങ്ങനെ ഉപയോഗിക്കുന്ന റസൂൽ പറഞ്ഞ ഒരു ഹദീസ് മതി. അത് പറഞ്ഞു ഒരായത്ത് വരട്ടെ, ഒരു ഹദീസ് പറഞ്ഞ ദീനിയായ കാര്യങ്ങൾക്ക് ഭൗതികമായ കാര്യങ്ങൾ ഉപയോഗപ്പെടുത്താന്ന് പറഞ്ഞ ഹദീസ് ഒന്ന് കൊണ്ടുവരി. വിഷയം തീർന്നു. ആ പറയും. അത് ഹദീസ് പറയും, എന്നിട്ട് വർത്താനം. ഈ പൊട്ടത്തരം പറയുമ്പോ ശ്രദ്ധിക്കണം. നിങ്ങളിങ്ങനെ പോക്കറ്റിൽ നിൽക്കുക, അത് ബിസ്മിൻ ചൊല്ലി അവിടെ തന്നെ വെച്ചടി. ആയത്തെ ഹദീസിന് പറയുന്ന അങ്ങനെ ഉണ്ടെങ്കിൽ നോണ അങ്ങനെ പറയാം. അത് ഉപയോഗിക്കാമെങ്കിൽ സംശയമില്ല എന്ന് പറഞ്ഞാൽ പോരല്ലോ. ഖുർആനിന് വേണ്ടേ, ഹദീസിന് വേണ്ടേ? ആയത്തിന് കൊണ്ടുവരി, ഹദീസിന് കൊണ്ടുവരി. അപ്പൊ അതല്ല അത് പണ്ട് അറബിയുടെ മലയോട് വർത്തനം ആദ്യനോട് നടക്കൂല. നിങ്ങൾ ആ പൊട്ടത്തരം ഹദീസിന് പറയട്ടെ, ഭൗതികമായ കാര്യങ്ങൾ, ദീനിയായ കാര്യങ്ങൾക്ക് ഉപയോഗപ്പെടുത്താന്ന് പറഞ്ഞ ഹദീസ് ഒന്ന് കൊടുത്ത മൈക്ക് കൊടുത്ത മുമ്പ് പറയട്ടെ. ആ ഹദീസുകൾ എപ്പോ പറയുന്നു അപ്പൊ മറ്റീനുള്ള ഹദീസ് ഞങ്ങളും പറയുന്നതാണ്. ഭൗതികമായ കാര്യങ്ങൾ ദീനിയായ ഉപായങ്ങൾക്ക് ഉപയോഗപ്പെടുത്താൻ ഹദീസിൽ അത് ഞങ്ങൾക്ക് എതിർപ്പില്ല എന്ന് പറഞ്ഞല്ലോ. അത് ഹദീസിൽ കാണിച്ചിട്ട് നമുക്ക് ഹദീസ പറയണ്ടേ, വളരല്ല. ഉടുമ്പിന്റെ മാംസം കൊണ്ടുവന്നപ്പോൾ അവിടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അത് ഇഷ്ടമില്ല, പക്ഷെ സഹാബികൾ കഴിക്കാൻ പറഞ്ഞു. അത് യഥാർത്ഥത്തിൽ ദീനല്ല. ആ ഭൗതികമായ വിഷയത്തിൽ ഹദീസ് പറയുന്നു, വഴന്ന് പറയല്ലേ മനുഷ്യ. ഹദീസ് പറയാൻ പറയുമ്പോ റസൂലിനെ അവിടെ നടന്നു അതല്ല നമുക്ക് ഹദീസിൽ പറയട്ടെ. എന്ത് ദീനിയായ കാര്യങ്ങൾക്ക് ഭൗതികമായ സഹായങ്ങൾ ഉപയോഗപ്പെടുത്താം എന്ന് റസൂൽ പറഞ്ഞ ഹദീസാ വേണ്ടത്, വഴലല്ല വേണ്ടത്. പറയും. ഈ ലോകത്ത് എല്ലാം നമുക്ക് വേണ്ടിയിട്ടാണ് അള്ളാഹു സൃഷ്ടിച്ചിട്ടുള്ളത്. അത് വഴലാണ്, ഹദീസല്ല. ഹദീസായിരിക്കും വേണ്ടത്. വഴലിലേറെ നന്നായിട്ട് ഞാൻ പറയും, ഒക്കെ പറയും. ഹദീസ് വരണം. ഭൗതികമായ കാര്യങ്ങൾക്ക് ദീനിയായ കാര്യങ്ങൾക്ക് ഭൗതികമായ സാധനങ്ങൾ ഉപയോഗപ്പെടുത്താം ഖാല റസൂലുള്ളാഹി എന്ന് പറഞ്ഞ ഹദീസിന് കാട്ടി.
അങ്ങനെ എന്തിനാ പറയുന്നത്? അങ്ങനെ മനുഷ്യന്മാർക്ക് വേണ്ടിയിട്ടല്ലേ അല്ലാഹു എല്ലാ സംഗതികളും ഏർപ്പെടുത്തി. മനസ്സിലായോ? നെഞ്ചിന് തറക്കുമ്പോഴേ അപ്പൊ എന്നിരുന്നാലും തന്നെയുമല്ല എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഉരുളേണ്ടി വരും. എന്നാ അത് പഠിച്ചോ. ഇതാ ഞങ്ങളും പറയുന്നത്. എന്താ? ഇസ്ലാമിൽ ഒരു കാര്യം സ്ഥിരപ്പെടുത്തണമെങ്കിൽ അത് ശറഇന്റെ തീരുമാനങ്ങൾക്ക്, ഇത് ഞാൻ പറഞ്ഞതല്ല, ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു, ഇമാം ഷാഫി തൗഹീദ് അറിയാത്തവരല്ല, അവര് പഠിപ്പിച്ചതാണിത്. എന്താ പറഞ്ഞത്? ഒന്നുമില്ല, അവിടെ ഇരിക്കണം. ഞാൻ പറയും, ഇവിടെ വല്ല നിർദ്ദേശങ്ങൾ ഉണ്ടെങ്കിൽ ഞങ്ങൾ ഇവിടുന്ന് പറയും. ഒന്നുമില്ല. അത് ചില ആളുകൾക്ക് ആരാണ് ഈ ചോദ്യകർത്താവ് എന്ന് കാണാൻ വന്നതാണ്. അത് കണ്ടു ഓല് പോകും ചെയ്തു. ഇങ്ങോട്ട് ശ്രദ്ധിക്കണം. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു പറയുന്നു, പുതുതായി ഉണ്ടാകുന്ന കാര്യങ്ങൾ അൽ മുഹ്ദസാതു ഫിദ്ദീനി ളർബാനി, പുതിയ കാര്യങ്ങൾ രണ്ട് ഇനമാകുന്നു എന്ന ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു പറയുന്നത്. ആ തഹ്ദീബുൽ അസ്മാഇ വൽ ലുഗാത്ത് എടുത്ത ഇമാം നബവി ഇതാ പറയുന്നു. ഇമാം ഷാഫിയിൽ നിന്ന് ഉദ്ധരിച്ച് ഇമാം നബവി പറയുകയാണ്, എന്താ? അൽ മുഹ്ദസാതു ഫിദ്ദീനി ളർബാനി, പുതിയ സംഗതി രണ്ട് ഇനമാകുന്നു. എന്താ രണ്ട് ഇനം? ഒന്ന് മാ വാഫഖ കിതാബൻ ഔ സുന്നത്തൻ ഔ ഇജ്മാഅൻ ഔ അസറൻ. എന്താ? ഒന്ന് ഖുർആൻ, സുന്നത്ത്, ഇജ്മാ, ഖിയാസ് പോലോത്ത ഇസ്ലാമിന്റെ പ്രമാണങ്ങളോട് നിരക്കുന്നതാണ് ഒന്ന്. അതിന് കുഴപ്പമില്ല. ഇസ്ലാമിന്റെ പ്രമാണങ്ങളുടെ പിൻബലം ഉണ്ടായാൽ മതി. അതാണ് പുതിയ കാര്യങ്ങൾ ഒന്ന്. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു പറയാ. രണ്ടാമത്തേത് ഏതാണെന്ന് അറിയോ? രണ്ടാമത്തെ മാ ഖാലഫ അഹദൻ മിൻഹാ, ഈ പറഞ്ഞ ഖുർആൻ, സുന്നത്ത്, ഇജ്മാ, ഖിയാസ് പോലത്തെ കാര്യങ്ങളിൽ നിന്ന് ഒന്നിനോട് എതിരായതാണോ, അവകളോട് എതിരായതാണോ, അത് ഫഹാദിഹി അൽ മുഹദ്ദസുൽ മദ്മൂമു, അതാണ് പാടില്ലാത്തത്, തെറ്റായത് എന്ന് പറഞ്ഞിട്ടുള്ളത്. മനസ്സിലായോ നിങ്ങൾക്ക്? അപ്പൊ ഇയാൾ ചോദിക്കുന്നത് എന്താ? മഖാമില് അവിടെ വെളിച്ചം കത്തിച്ചു വെച്ചു, അല്ലെങ്കിൽ മഖാമിന്റെ വൽപ്പത്തരുണ്ട്, അത് റസൂൽ ഇങ്ങനെ കണ്ടിട്ടുണ്ടോ, കാണിച്ചിട്ടുണ്ടോ? ഈ റസൂൽ കണ്ടില്ല എന്ന് വെക്കുക, ഒരു കുഴപ്പമില്ല. എന്താ കാരണം? അത് ഇസ്ലാമിക ശരീഅത്തിൽ തെറ്റാണോ? അല്ലേ? തെറ്റാണ് എന്നുള്ള ഹദീസ് ആയത്തുണ്ടോ? പാടില്ല. ഇല്ലാത്തിടത്തോളം കാലം ഇസ്ലാമിക പ്രമാണങ്ങളുടെ പിൻബലം ഉണ്ടെങ്കിൽ, പ്രമാണങ്ങളിൽ അധിഷ്ഠിതമാണെങ്കിൽ അതിന് കുഴപ്പമില്ല. ഇത് ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു ഞങ്ങളെ പഠിപ്പിച്ചതാ. ഖുർആനും സുന്നത്തും അറിയാത്ത ആളല്ല, വിവരമില്ലാത്ത ആളല്ല. അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത്, അള്ളാന്റെ റസൂലിന്റെ കാലത്ത് പള്ളിക്ക് രണ്ട് തട്ടുണ്ടാക്കലില്ല. റസൂലിന്റെ കാലത്ത് തട്ടില്ല, അതുകൊണ്ട് ഇന്ന് തട്ടുണ്ടാക്കൽ ശിർക്കാണ്, ബിദ്അത്താണ്, അനാചാരാന്ന് പറയാൻ പറ്റുമോ? പറ്റൂല. മണ്ടത്തരാണത്. അത് ഹദീസിൽ എവിടെയും കാണൂല, ഒരാളും പറഞ്ഞു കാണൂല. പക്ഷെ അത് പറയേണ്ടതില്ല, അത് അന്തർലോർക്ക് തിരിയും. ഇസ്ലാമിലെ പ്രമാണങ്ങൾ അറിയുന്നവർക്കറിയാം, തകരാറില്ല. അപ്പോ റസൂലുള്ളാഹിന്റെ കാലത്ത് നമുക്കറിയാം. ഒരു ഉദാഹരണം, റസൂലുള്ളാഹിന്റെ കാലത്ത് കല്യാണം നടത്തുന്നു, നിക്കാഹുണ്ട്. നിക്കാഹിൽ അന്ന് ഭക്ഷണം വിളമ്പിയിരുന്നു. അപ്പൊ ഒരാൾ, ഇന്ന് നമ്മൾ ഭക്ഷണം വിളമ്പുന്ന ബിരിയാണിയാ, അന്ന് റസൂലിന്റെ കാലത്ത് ബിരിയാണി ഉണ്ടോ? ബിരിയാണി ഇല്ല. അപ്പൊ അതുകൊണ്ട് അത് ശിർക്കാവുന്നു, ബിദ്അത്താവുന്നു, അനാചാരമെന്ന് പറയാൻ പറ്റൂല. എന്തേ കാര്യം? അന്നത്തെ കാര്യം ഭക്ഷണം കൊടുക്കുക എന്നാ ഇസ്ലാം പറഞ്ഞു. അത് ഭക്ഷണം ആയാൽ മതി. ഇസ്ലാം ഹലാലായി പ്രചരിച്ച ഏത് ഭക്ഷണം, ബിരിയാണിയോ നെയ്ച്ചോറോ വെറുംചോറോ എന്തുമാവാം, ഇതാ ഇസ്ലാമിന്റെ തീരുമാനം. അപ്പൊ ഇതിൽപ്പെട്ടതാണ് മഹാത്മാക്കളെ ബഹുമാനിക്കുക, ആദരിക്കുക. അവരെ ആരാധിക്കല്ല, ആദരിക്കുക, ബഹുമാനിക്കുക. അപ്പൊ നമ്മൾ ബഹുമാനിക്കും, ആദരിക്കും. മഹാത്മാക്കളെ മഖബറകൾ, ആ മഖബറകൾ ഉണ്ടാകുന്നു, അവർ ആദരിക്കുന്നു, ബഹുമാനിക്കുന്നു. അത് ഖുർആന് എതിരല്ല. അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടുണ്ട്. അത് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അവിടെ ഇന്ന മൂസാ നബിയുടെ മഖബറയെ സിയാറത്ത് ചെയ്തോളൂ എന്ന് പറഞ്ഞോളന്നില്ല. ഇതാ നമ്മൾ മനസ്സിലാക്കുന്നത്. ഇത് ഇസ്ലാമിന്റെ പൊതു നിയമമാണ്. ഇത് അറിയാത്തത് കൊണ്ട് ആ പൊട്ടത്തറ ഇങ്ങനെ ചോദിച്ചെടുക്കണേ. അങ്ങനെ ചെയ്തിട്ടുണ്ടോ, ഇങ്ങനെ ചെയ്തിട്ടുണ്ടോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജാറത്തിൽ പോയിട്ട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? ഈ ചോദ്യമൊക്കെ മണ്ടത്തരത്തിന്റെ ആഴിയിൽ നിന്ന് പെറുക്കിയെടുക്കുന്നതാണ്. അത് മതത്തെക്കുറിച്ച് വിവരമില്ലാത്തത് കൊണ്ടാണ്. ഞാനത് പണ്ട് തിരുവനന്തപുരത്ത് വെച്ച് നിങ്ങളെ പഠിപ്പിച്ചതാ. പിന്നെ ഈ സഫാത്തുകൾ ചോദിക്കരുത്, വിഡിത്തം ചോദിക്കരുത്. അതാ എനിക്ക് പറയാനുള്ളത്. പ്രിയപ്പെട്ട സഹോദരൻ, ഇസ്ലാമിന്റെ പ്രമാണങ്ങളിൽ അധിഷ്ഠിതമായ കാര്യം അത് തെറ്റല്ല. അതിന് ആയത്തുണ്ടോ ഹദീസുണ്ടോ എന്ന് ചോദിച്ചാൽ അങ്ങനെ ഒരു ഹദീസ് പോക്കറ്റിൽ നിന്ന് ഉണ്ടാക്കാൻ പറ്റൂല. ഖുർആനിലുള്ള ഹദീസില് ഞമ്മക്ക് വേണ്ട ഇങ്ങനെയുള്ള ഒരു ഹദീസിന് കിട്ടൂല. ഇസ്ലാമിന്റെ പ്രമാണങ്ങൾ ആ പ്രമാണങ്ങളിൽ അധിഷ്ഠിതമാണോ അല്ലേ? അപ്പോ മഖബറയിൽ വെളിച്ചം കത്തിച്ചു വെക്കുന്നു. അങ്ങനെ റസൂലുള്ളാഹി വെളിച്ചം കത്തിച്ചു വെച്ച വെളിച്ചമാണ്. അതിന്റെ പേരെന്താണ്? ആ വെളിച്ചത്തിന്റെ വലിപ്പത്രയാണ് ചോദിക്കേണ്ടതില്ല. വെളിച്ചം കത്തിക്കാൻ പറ്റുമോ? ആ മഹാത്മാക്കളെ ബഹുമാനിക്കുന്നു. അപ്പൊ അവിടെ സിയാറത്ത് ചെയ്യുന്ന ആളുകൾക്ക് വെളിച്ചം കാണണം. അത് പറ്റൂലേ? പറ്റും, കുഴപ്പമില്ല. ഇസ്ലാമിനെ വിലക്കുന്നില്ല, അപ്പൊ അത് പറ്റും. ഇനി അത് റസൂലിന്റെ വിളക്കിന്റെ വലിപ്പത്രേ, നീളത്രേ, ദൂരത്രേ പറയേണ്ടതില്ല.
അള്ളാന്റെ റസൂലിന്റെ കാലത്ത് പള്ളിക്ക് 2 തട്ടില്ല. അപ്പൊ ഇന്ന് പള്ളി ഉണ്ടാക്കാൻ പറ്റൂല ശരീഅത്ത്. റസൂലുള്ളാഹിന്റെ കാലത്ത് ജിദ്ദനെ ഇറക്കിയിട്ടില്ല, ശബാബ് ഇറങ്ങിയിട്ടില്ല, പുസ്തകം പ്രസിദ്ധീകരിച്ചിട്ടില്ല, മുസ്ഹഫ് പോലും ക്രോഡീകരിച്ചു ഒറ്റ 2 ചട്ടയുടെ ഉള്ളിൽ ഒറ്റ കിതാബായി രേഖപ്പെടുത്തപ്പെട്ടിട്ടില്ല. നിങ്ങൾ മനസ്സിലാക്കണം. ഇന്ന് മുജാഹിദുകൾ എത്ര പുസ്തകം ഇറക്കണം? റസൂലിനെ ഇറക്കിയിട്ടുണ്ടോ? ഇല്ല. അപ്പൊ തൗഹീദിന് ശിർക്കിന് ഇസ്ലാമിന് വിരുദ്ധാണോ? അല്ല. എന്താ കാരണം? അത് ഇസ്ലാമിന്റെ പൊതുവായ തീരുമാനത്തിൽപ്പെട്ടതാ. എന്ത്? ദീനീ പ്രബോധനം ചെയ്യുക, അത് നിങ്ങൾക്ക് ബാധ്യതയാണ്. അപ്പൊ അതിന് കാലികമായ പൊതു സ്വഭാവം സ്വീകരിക്കാം. അത് പൊതുവായ ഒരു നിയമമാണ്. ഇതാ ഇസ്ലാമിന്റെ അടിസ്ഥാനം. ആ നിയമമാണ് ഞങ്ങൾ ഈ പറയുന്നത്. അപ്പൊ അതിന് ഹദീസ് വേണ്ടാന്നും ഞങ്ങൾ ഈ പറഞ്ഞതിന് പ്രത്യേകമായ പോകത്തിനടുത്ത് ഹദീസ് വേണമെന്നും പറഞ്ഞാല് അത് വിവേചനമാണ്. അത് നിങ്ങൾക്ക് കഥയില്ലാത്തത് കൊണ്ടാണ്. അതാ ഞാൻ ഈ പറഞ്ഞത്. നിങ്ങൾ ഈ ചോദിക്കുന്നത് പൊട്ടത്തരാണ്. നിങ്ങൾ ചിന്തിച്ച് ചോദിക്കുക. വേറെ തന്നെ ചോദിക്കാൻ തൗഹീദും ശിർക്കും പറയാൻ അത് എത്ര ഉണ്ട്? അതാണ് നിങ്ങൾ ചോദിക്കേണ്ടത്. ഇതല്ലാതെ ഇങ്ങനെ പോയിട്ടുള്ള ഒരു ഹദീസ് വരട്ടെ, അങ്ങനെ ഹദീസ് കിട്ടൂല. ഇത് ഇസ്ലാമിന്റെ പൊതു സ്വഭാവമാണ് ഈ വിഷയത്തിലുള്ളത്. ഞാൻ ഒന്നും കൂടി പറയാം. അപ്പൊ നിസ്കാരം 5 വക്ത് നിസ്കാരം 6 വക്താക്കി കൂടെ, 100 നിസ്കാരം 4 ഉള്ളത് 5 ആക്കി കൂടെ ചോദിക്കണ്ട. എന്താ കാരണം? ഇസ്ലാമിലെ പുതിയ കാര്യങ്ങൾ 2 ഇനമാണ്. ഒന്ന്, ഇസ്ലാം നിശ്ചിതമായ രൂപഭാവങ്ങൾ നിർണയിച്ചു കൊടുത്തത്. അതിന് നമുക്കൊന്നും മാറ്റാൻ പറ്റൂല. അതിൽ പെട്ടതാ നിസ്കാരം 5 വക്ത്. അത് 3 വക്താന്ന് ചേകനൂര് പറഞ്ഞപ്പോ മുസ്ലിം ലോകം ഒന്നിച്ച് പറഞ്ഞു കാഫിറാണ്, അല്ലേ? അതുപോലെ ളുഹ്ർ 4 റക്അത്താകുന്നു, മാറ്റാൻ പറ്റൂല. അത് റസൂൽ അങ്ങനെ പഠിപ്പിച്ചതാ. ചില കാര്യങ്ങൾ അങ്ങനെ പഠിപ്പിച്ചിട്ടില്ല. പൊതുവിൽ റസൂലുള്ള പഠിപ്പിച്ച രൂപഭാവങ്ങൾ നമുക്ക് ആവിഷ്കരിക്കാം. ഉദാഹരണം, അള്ളാന്റെ റസൂലിന്റെ ജന്മദിനത്തിൽ സന്തോഷം പ്രകടിപ്പിക്കൽ. സന്തോഷം പ്രകടിപ്പിച്ചോളൂ ഇസ്ലാം പറയുന്നു. എങ്ങനെ? പറഞ്ഞിട്ടില്ല. അപ്പൊ മുജാഹിദ് ചോദിക്കാണ്, അല്ലെങ്കിൽ ഈ റാലി നടത്തുന്ന ഈ കൊടി റസൂലിന്റെ കാലത്തുണ്ടോ? ഈ കളർ റസൂലിന്റെ കാലത്തുണ്ടോ? റസൂലിന്റെ കാലത്തുള്ള കൊടിയുടെ കളർ എന്താ? പൊട്ടത്തരാണ്, ചോദിക്കണ്ട. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിങ്ങൾ സന്തോഷാവസരത്തിൽ അല്ലെങ്കിൽ ഭക്ഷണം നിങ്ങൾ സ്വതക്ക ചെയ്തോളൂ. ഏത് ഭക്ഷണം, എങ്ങനെ, എപ്പോൾ പറഞ്ഞിട്ടില്ല. നമുക്ക് എങ്ങനെയാവാം? ഇസ്ലാം അനുവദിച്ച ഏത് രൂപത്തിലും ആവാം. ബിരിയാണി ആവാം, നെയ്ച്ചോറാവാം, എന്തും ആവാം. അത് ളുഹ്ർക്കാവാം, അസർക്കാവാം, സുബ്ഹിക്കാവാം, മഗ്രിബ്, എപ്പോഴും ആവാം. ഇസ്ലാമിന്റെ വിലക്കില്ല. അപ്പൊ ഇസ്ലാമിലെ കാര്യങ്ങൾ, നിയമങ്ങൾ അങ്ങനെ ഒന്ന് കൃത്യമായി നിയമങ്ങൾ കണിശമായ രൂപത്തിൽ വ്യക്തമായി പറഞ്ഞ് പഠിപ്പിച്ചിട്ടുള്ളത്. അതിൽ മാറ്റാൻ പറ്റൂല. മറ്റൊന്ന് അങ്ങനെയല്ലാത്തത് അത് ചെയ്യണമെന്നേ പറഞ്ഞിട്ടുള്ളൂ. എങ്ങനെ ചെയ്യണം, രൂപഭാവങ്ങൾ എങ്ങനെ, നമുക്ക് അധികാരമുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതാണ് സഹോദര നിങ്ങൾ ഈ ചോദിക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ട് നിങ്ങൾ ഈ കാര്യങ്ങൾ ചിന്തിച്ചു പറയണം, ബുദ്ധി ഉപയോഗിച്ച് പറയണം. പൊട്ടത്തരം ചോദിക്കുന്ന അവസ്ഥയിലേക്ക് മുജാഹിദുകൾ ഇനിയും താഴരുത് എന്ന് വിനീതമായി അപേക്ഷിക്കുകയാണ്.